തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോകാം. PFI കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി NIA റെയ്ഡ് നടത്തിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ നിഷ ദിലീപ് തയ്യാറായി നിൽക്കുകയാണ്. നിഷ, ഗുഡ് മോർണിംഗ്. ഇവിടെ NIA കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. വ്യാപകമായ റെയ്ഡിൽ തെളിവുകളും നിർണായകമായ രേഖകളുമൊക്കെയാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിഷ? ഏജൻസി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ റെയ്ഡ് നടത്തിയിരുന്നു. എറണാകുളത്തും ഒപ്പം തന്നെ ബംഗളൂരുവിലും അടക്കം റെയ്ഡുകൾ നടത്തി. അതായത് ഈ പാലക്കാട് A. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ അടക്കം വീടുകളിലാണ് റെയ്ഡ് നടത്തിയത്. ഇനിയും കേരളത്തിൽ NIA രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ ഇനിയും ഒരു 6 പേരെ കൂടി പിടികൂടാനുണ്ട്. ഈ 6 പേർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കിയ ആളുകളാണ് NIAയുടെ നിരീക്ഷണത്തിലുള്ളത്. എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതികളുടെ അടക്കം വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ലഘുലേഖകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ തന്നെ പിടിച്ചെടുത്തിരുന്നു. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ അന്വേഷണ ഏജൻസി ഈ റെയ്ഡിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നതും ഈ PFIക്ക് ആയുധ പരിശീലനത്തിനടക്കം വിവിധ വിങ്ങുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഈ ആയുധ പരിശീലനത്തിന് പ്രത്യേക വിങ്ങുണ്ടായിരുന്നു. മാത്രമല്ല, ഈ വിവരങ്ങൾ ശേഖരിക്കാനായി, അതായത് പ്രതിയോഗികൾ ആരാണോ അവരുടെ വിവരങ്ങൾ ശേഖരിക്കാനായി റിപ്പോർട്ടേഴ്സ് ടീം എന്ന ഒരു വിങ്ങുണ്ടായിരുന്നു. ഈ ആയുധ പരിശീലനത്തിന് പ്രത്യേകം വിങ്ങുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വിവരങ്ങൾ ശേഖരിച്ച് ആയുധ പരിശീലനത്തിനൊക്കെ ശേഷം ഈ പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ ഹിറ്റ് ടീമും ഉണ്ടായിരുന്നതായാണ് ഈ റെയ്ഡിനൊക്കെ ശേഷം NIA പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ പ്രതികളുടെ അടക്കം വീടുകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി തെളിവുകളും ലഘുലേഖകളും ഡിജിറ്റൽ ഡിവൈസുകളും അടക്കം പിടിച്ചെടുത്തിരുന്നു. ഈ പ്രതികളിൽ ചില ആളുകൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. ഇവർ വിദേശത്തേക്ക് കടന്നത് പോലും നിരവധി കാലം കേരളത്തിൽ താമസിച്ചതിന് ശേഷമാണ് എന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ഒളിത്താവളം ഒരുക്കിയ ആളുകളെയാണ് പ്രധാനമായും NIAയുടെ നിരീക്ഷണത്തിലുള്ളത്. ഇവരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് NIA. എന്തായാലും ഈ കേരളത്തിൽ പല സ്ഥലങ്ങളിലും, അതായത് എറണാകുളം ഏലൂക്കര, നീറിക്കോട്, എടവനക്കാട്, പാലക്കാട് മേലെ പട്ടാമ്പി, വളാഞ്ചേരി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം റെയ്ഡുകൾ നടന്നത്. ഇതിൽ ഈ 6 പേർ, കേരളത്തിൽ പിടികൂടാനുള്ള 6 പേർ ഇവരാണ്: മുഹമ്മദ് മൻസൂർ, അബ്ദുൽ വഹാബ്, അബ്ദുൽ റഷീദ്, മുഹമ്മദ് യാസർ അറാഫത്ത്, ആയൂബ് TA, മൊയ്തീൻ കുട്ടി എന്നിവരാണ് കേരളത്തിൽ PFI കേസിൽ ഇനിയും പിടിയിലാകാനുള്ളത്. എന്തായാലും ഏറെക്കാലം കേരളത്തിൽ താമസിച്ചതിന് ശേഷമാണ് ഇവർ വിദേശത്തേക്ക് കടന്നത് എന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. എങ്ങനെ ഇത്രയും കാലം ഇവർ കേരളത്തിൽ താമസിച്ചു? ഇവർക്ക് എവിടെയാണ് ഈ സുരക്ഷിത താവളങ്ങൾ ഒരുക്കിയത്? ഇവരൊക്കെ ഈ ഇത്തരത്തിൽ അവർക്ക് സുരക്ഷിത താവളങ്ങൾ ഒരുക്കി ഇത്രയും കാലം ഇവരെ സംരക്ഷിച്ചു പോകുന്ന ആളുകളാണ് ഇപ്പോൾ NIAയുടെ ആ ഒരു പ്രതിപട്ടികയിലുള്ളത്. എന്തായാലും ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. നിഷ, വിവരങ്ങൾ വ്യക്തമാണ്. KP ഞെട്ടിക്കുന്ന വിവരമാണ് നിഷ പുറത്ത് പങ്കുവച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് അല്ലേ? കേരളത്തിൽ നടക്കും. കാരണം ഇടതുപക്ഷ സർക്കാരിലെ ഇടത് വലത് മുന്നണികൾ മാറി ഭരിച്ചിട്ട് ഇവർക്ക് വളക്കൂറുള്ള ഒരു മണ്ണാക്കി കേരളത്തെ മാറ്റിക്കഴിഞ്ഞു അല്ലേ? തീർച്ചയായും അത് ശരിക്കും നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്താനുള്ള സാധ്യതയാണ്. ആരാണോ അവരെയൊക്കെ സംരക്ഷിക്കുന്നത്, ആ പാമ്പുകളെ സംരക്ഷിക്കുന്നത്, പാല് കൊടുത്ത കൈക്ക് തന്നെ ആ പാമ്പുകളെല്ലാം തിരിഞ്ഞു കൊത്തും. പക്ഷെ അതിന്റെ ഇരയാകേണ്ടി വരുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരായ പാവപ്പെട്ടവരാണെന്ന് മാത്രമാണ്.